ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പം, എന്നാൽ കഴിക്കാനാണെങ്കിലോ ടേസ്റ്റിന് ഒട്ടും കുറവുമില്ലാത്ത ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. പെട്ടെന്ന് ഒരു ബിരിയാണിക്കൊക്കെ ഒരു ക്രേവിങ്സ് വരാണെങ്കിലോ ലഞ്ച് ബോക്സിലേക്കോ ഒക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ആദ്യം തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ചിക്കൻ ആണെങ്കിലും ഒന്ന് വേവിച്ച് ആ വെള്ളം കൂടെ ഒന്ന് മാറ്റി വെക്കുക. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുക്കറിലാണ് നമ്മൾ ഈ റൈസ് വെക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും നല്ല രീതിക്കൊന്ന് വാട്ടി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയിലൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ മുളക് അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കുട്ടിക്ക് കൊടുക്കാനുള്ളതാണ്. പൊടികളായിട്ട് നമ്മൾ ബിരിയാണി മസാലയും കുറച്ച് ചിക്കൻ മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മൾ ചിക്കനും കൂടി ചേർത്ത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഒറ്റ വിസിലടുപ്പിച്ച ഈ ടേസ്റ്റി റൈസ് ഇവിടെ റെഡിയാണ്. ഞാനിവിടെ സലാഡും ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, റൈസ് മാത്രം തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത്